37 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് 19 വാക്യത്തിൻ്റെ അകത്ത്, ദുഷ്കാലമുണ്ടെങ്കിൽ, ഇവിൾ ടൈം, ദുഷ്ടൻ്റെ സമയം, ഞാൻ എന്തു ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല, ക്ഷാമകാലത്തും എന്നെ തൃപ്തനായി ദൈവം നടത്തും. അതുകൊണ്ട് 49 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ, ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? ഒരു ഭക്തൻ നോക്കി, സ്വയാശ്രയക്കാരവിടെ ഉണ്ട്, ദൈവാശ്രയക്കാരനായ ഭക്തൻ പറയുക, ദൈവാശ്രയക്കാരന്, ദുഷ്കാലത്ത് ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? കാരണം എൻ്റെ ആശ്രയം എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. സ്വയത്തിൽ ആശ്രയിക്കുന്നവൻ ദുഷ്കാലത്ത് തകർന്നു പോകുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദുഷ്കാലത്തും ഉറച്ചു നിൽക്കും. കരമുയർത്തി നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താം. എന്താ ഉറച്ചു നിൽക്കാൻ കാരണം? എഫെസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. സർവായുധ വർഗം ധരിച്ചാ നിൽക്കുന്നത്. ദുഷ്കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ലോകത്തിൽ ഒരു മനുഷ്യനും. പക്ഷേ സർവായുധ വർഗം ധരിച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ദുഷ്കാലത്ത് ഉറച്ചു നിൽക്കും. അവനറിയാം പോരാട്ടമുണ്ടെന്ന്. ജഡരക്തങ്ങളല്ല, വാഴ്ചകളാണ്, അധികാരങ്ങളാണ്, അന്ധകാരത്തിൻ്റെ ലോകാധിപതിയ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയ. പക്ഷെ അതിൻ്റെ നടുവിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്, എതിർത്ത് നിൽക്കാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അതുപോലെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? കരമുയർത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.